ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തോട് അടുത്ത് വരുവാൻ തക്കവണ്ണം ഒരവസരം കൂടെ ലഭിച്ചതിന് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. എന്നും സുഖം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യനില്ല, എന്നും ദുഃഖം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുമില്ല. ഈ മഴയും തോരും, ഈ കാറ്റും അടങ്ങും എന്ന് ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. കാരണം തോരാത്ത മഴയില്ല, ശമിക്കാത്ത കാറ്റുമില്ല. എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ഒരറുതിയുണ്ട്, ഒരവസാനമുണ്ട്. എന്നൊന്നും ദുഃഖവും എന്നൊന്നും നമുക്ക് നെടുവീർപ്പും കണ്ണുനീരും മാത്രമായിരിക്കുകയില്ല. പഴയ നിയമത്തിലെ വിലാപങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതിൻ്റെ രചയിതാവായ എഴുത്തുകാരനായ യിരെമ്യാവ് 3-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന ദൈവമേ നീ കേട്ടിരിക്കുന്നു. സ്തോത്രം. തൻ്റെ ജീവിതം വളരെയധികം ദുസ്സഹമായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് താൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തന്നെ ക്രൂരമായി പീഡിപ്പിച്ച് തന്നെ ഒരു കുഴിയിലിട്ട് തൻ്റെ ജീവൻ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന ദൈവമേ നീ കേട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ അഗാധമായ കുഴിയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചാൽ ഒരു മനുഷ്യനും കേൾക്കുകയില്ല. അഥവാ കേട്ടാൽ തന്നെ ആ കുഴിയിൽ നിന്ന് യിരെമ്യാവിനെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. അവിടെ യിരെമ്യാവ് പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണവും അവർ ചെയ്തിട്ടുണ്ട്. കാവൽക്കാരെ പോലും നിർത്തിയിട്ടുണ്ടാകാം. ഒരു നിരപരാധിയായ മനുഷ്യനെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്നും തന്നെയില്ല. ഇതാ ആ മനുഷ്യൻ്റെ നിലവിളി സ്വർഗം കേട്ടു. നെടുവീർപ്പെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഭാരം. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു കൈത്താങ്ങ് തരുവാൻ ആരുമില്ലല്ലോ. ദൈവമേ, ഒരു മനുഷ്യനും എന്നെ സഹായിക്കുവാനില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ എന്നെ കൈവിട്ട് കളയരുതേ ദൈവമേ എന്നുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ നിലവിളി, ആ നെടുവീർപ്പ്. സ്തോത്രം. പല സന്ദർഭങ്ങളിൽ നിങ്ങളും ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ടതയുടെ സമയത്ത് ഒരു മനുഷ്യനും നമ്മെ സഹായിക്കാൻ അടുത്തു വരികയില്ല. അവർ നമ്മുടെ ആ സാഹചര്യം കണ്ട് അകന്നു പോകുകയും നമ്മുടെ ആ സാഹചര്യത്തെ അവർ മറ്റുള്ള പലവിധമായ ദുഷ്പ്രചരണങ്ങൾക്കും വിനിയോഗിക്കുകയും ചെയ്യും. സ്തോത്രം. എന്നാൽ
ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ പകർന്നാൽ ദൈവം കേൾക്കാതിരിക്കുകയില്ല. കാരണം ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ പക്കൽ അനീതിയില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. തന്നോട് നിലവിളിക്കുന്ന ഏതൊരു മനുഷ്യനെയും മുഖം നോക്കാതെ, അവൻ്റെ ജാതിയും മതവും നോക്കാതെ, അവൻ്റെ മറ്റുള്ള പശ്ചാത്തലങ്ങളൊന്നും ചിന്തിക്കാതെ സഹായിച്ച് വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, യിരെമ്യാവിൻ്റെ ജീവിത പശ്ചാത്തലം പോലെ നെടുവേർപ്പിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയെങ്കിൽ എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മനുഷ്യരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കരുത്. മനുഷ്യരിലോട്ട് ആശ്രയിക്കുകയും ചെയ്യരുത്. ഏത് സാഹചര്യത്തിലും സഹായിക്കാനും രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും അധികാരമുള്ള, അതിന് കഴിവുള്ള, ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ യിരെമ്യാവിനെ സഹായിച്ചതുപോലെ, വിടുവിച്ചതുപോലെ ഒരു മറുപടി ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടിയും ആമേൻ എത്തും. സ്തോത്രം. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സാക്ഷ്യം പ്രസ്താവിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേഗത്തിൽ തന്നെ അവസരമൊരുങ്ങും. അതുകൊണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം തകർന്ന ഹൃദയവുമായി നിലവിളിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാ സഹായിപ്പാൻ കർത്താവ് ഓടി വരുന്നുണ്ട്. ഈ ദിവസം നിശ്ചയമായും നിങ്ങളുടെ സങ്കടയാതന കർത്താവ് കേൾക്കും. ആ നെടുവീർപ്പും നിലവിളിയും ദൈവം കേൾക്കും. ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഒരു വിടുതലായിട്ട് ആമേൻ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടിരിക്കുന്നു. നിങ്ങളുടെ നെടുവീർപ്പ് ദൈവം കണ്ടിരിക്കുന്നു. ഇതാ മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതനിതാ ഓടി വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ തന്നെ ഒരത്ഭുത വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ അങ്ങനെയുള്ളവർക്കിടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്കേവർക്കും ആമേൻ ഹല്ലേലൂയ അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.